ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ടിരിക്കുകയായിരിക്കുമല്ലേ? അപ്പോൾ അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നമ്മുടെ ചെടി വാടിക്കരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം നോക്കുമ്പോൾ പൈപ്പിൽ വെള്ളം കുറവാണ്. അപ്പോൾ നമ്മുടെ റിൻഷിമോൾ അവിടെ ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. എണിച്ചിട്ടില്ല, അവൾ ഭയങ്കര ക്ഷീണം കൊണ്ട് ഇങ്ങനെ തളർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചെടിക്കൊക്കെ തിരിച്ച് വെള്ളം നനച്ച് കൊടുക്കട്ടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ മുറ്റത്തേക്ക്. ഇന്നിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനിപ്പോൾ കാര്യമായിട്ടൊന്നും നാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ ചൂട് കാരണം പിന്നെ വെള്ളം കുടിച്ച് പിന്നെ നമുക്ക് കഞ്ഞി തന്നെ കേട്ടോ. കഞ്ഞി കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടും. അപ്പോൾ നോമ്പ് തുറന്ന് ചായയും കടി എന്തെങ്കിലും കഴിച്ച ശേഷം കഞ്ഞിയാട്ടോ കുടിക്കുക. കഞ്ഞി കുടിക്കണതുകൊണ്ട് തന്നെ ഇത്തിരി എന്താ പറയുക, നമുക്ക് പണി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നോമ്പ് 30-നും കഞ്ഞി പള്ളിയിൽ കിട്ടും. അപ്പോൾ ഉമ്മ പോയിട്ട് വാങ്ങിയിട്ട് വരും. അപ്പോൾ ഞാൻ ക്യാമറ അങ്ങനെ വെച്ചപ്പോൾ നമ്മുടെ റെജിക്കുട്ടി ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കൈയിട്ടിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനങ്ങനെ വേഗം മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് വേഗം ഉള്ളിലേക്ക് ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മളിന്ന് പരിപ്പിച്ചാറാട്ടോ വെച്ച്. പരിപ്പിച്ചാറും മാന്തൾ വറുക്കും ചെയ്താണ്. പിന്നെ റെജിക്കുട്ടിയൊക്കെ പുറത്ത് കളിക്കാൻ അങ്ങോട്ട് പോകും, മുറ്റത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ തൊടിയിൽ നിന്ന് കുറച്ച് നിറയെ പുളിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ പോയി പെറുക്കിയിട്ട് ചെയ്ത് മരം വെട്ടിയപ്പോൾ പുളിയൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ അമ്മ പുളിയൊക്കെ കുരുവൊക്കെ കളഞ്ഞ് കുത്തി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ചെടി നോക്കിയില്ലെങ്കിലൊക്കെ കരിഞ്ഞു പോകട്ടെ. ഈ ചൂട് സമയത്ത് മനുഷ്യന്മാരെ കരിഞ്ഞു പോകണം. അപ്പോൾ ഞാൻ മേലുള്ള വള്ളിച്ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടുമല്ലേ. അപ്പം പിന്നെ അങ്ങനെ കുറച്ച് പുളി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കുരു കുത്താനുണ്ട് കേട്ടോ. പിന്നെ അതിനിടയിൽ നമ്മൾ റൈസ്കുട്ടി സൈക്കിൾ എടുത്തിട്ട് പുറത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ പേടിയാണ് കേട്ടോ കുട്ടികളെ പുറത്ത് വിടാൻ തന്നെ. അപ്പോൾ ഈ നേരമായി കഴിഞ്ഞാൽ വെയിലൊന്നും ഇത്തിരി ആറുന്ന സമയത്ത് പുറത്ത് പോയി കളിക്കും. പിന്നെ മഴക്കാറുള്ള പോലെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ വേറെ ഏതൊക്കെ രാജ്യങ്ങളിലൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുള്ളിയൊക്കെ കുത്തി ഒന്ന് ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എന്തിലേലാക്കി വെക്കണം, ഉപ്പിട്ടിട്ട് വാരി വെക്കണം. അപ്പോൾ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ റീസ്കൂട്ട് സൈക്കിളും കൊണ്ട് അങ്ങോട്ട് പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നിന്ന് വിളിച്ച് വന്നിട്ടാണ് അത് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നിരിക്കും. പേടിയാണ് റോട്ടിലേക്ക് വിടാൻ. എന്നാലും ഇത്തിരി നേരം കളിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ അവനെ വിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പ് കറിയും മാന്തൾ വറുത്തതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പള്ളിയിലത്തെ കഞ്ഞി. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാൻ ഇന്ന് ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ അതിനിടയിൽ നമ്മുടെ റിയാസ്ക്ക് വന്ന് റിൻഷിമോൾ കുഴഞ്ഞൊത്തി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.